ബസ് ടെർമിനൽ നിർമ്മാണം കഴിയുന്നതും പെട്ടെന്ന് തുടങ്ങിവെക്കാനാണ് സർക്കാർ തീരുമാനം. പല വിഷയങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്ന നൂലാമാലകൾ അഴിച്ച് സ്ഥലമേറ്റെടുപ്പും നിർമ്മാണവും പുരോഗമിപ്പിക്കാനാണ് ശ്രമം. പദ്ധതി വൈകുന്നത് സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും. ടെർമിനലിന് മാത്രം 88 കോടി രൂപയും വ്യാപാര സമുച്ചയത്തിന് 33 കോടി രൂപയുമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ പകുതി നഗര നവീകരണ പദ്ധതി വഴിയും 30% സർക്കാർ വിഹിതമായും കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാണിജ്യാവശ്യത്തിനുള്ള സ്ഥലത്തിന്റെ വിൽപ്പനയിലൂടെ മാത്രം 80 കോടി രൂപ സമാഹരിക്കാനാകുമെന്നാണ് കലക്ടർ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. യാത്രക്കാർക്ക് വിശ്രമിക്കാൻ ആധുനിക സൌകര്യമുള്ള ലോഞ്ച്, ശൌചാലയങ്ങൾ, ഡോർമിറ്ററി തുടങ്ങിയവയും ഒരുക്കും. 1000 കാറുകൾക്ക് ടെർമിനലിലും 400 കാറുകൾക്ക് ഭൂമിക്കടിയിലും പാർക്കിംഗ് സൌകര്യം ഒരുക്കാനാവും വിധമാണ് 3.26 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ടെർമിനലിന് രൂപരേഖ കിറ്റ്കോ തയ്യാറാക്കിയിരിക്കുന്നത്. ഹൈടെക് ബസ്സുകൾ കൂടി കൊച്ചിയിൽ നിരത്തിലിറങ്ങാനൊരുങ്ങുന്ന സാഹചര്യത്തിൽ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനാണ് ജില്ലാ ഭരണകൂടവും ശ്രമിക്കുന്നത്.